എന്താ ഇപ്പൊ ഉണ്ടായേ? ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? നല്ലയാളിയ എന്തിനാ അതീന്തി കളിക്കുന്ന പിള്ളാടെ നല്ല രസമുണ്ട്. ഞാനും വരാം കേട്ടാ. നല്ല രസമുണ്ടല്ലിയ. നിനക്ക് ഭ്രാന്തട്ടടാ. നിനക്ക് പതുക്കെ തുറന്നുകൂടെ? നിന്റെ കുണ്ടിയെടുത്ത് കഥ കഴിക്കാൻ ഞാൻ പറഞ്ഞ. നാശം പിടിക്കാൻ മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല ശവം. എന്തോന്ന് ചെളിയിടാമേ? ചെളി വാരി അങ്ങ് പൊത്തുകയാണല്ലോ. തൂക്കി വെളിക്കളഞ്ഞാലോ? നെല്ല് വഴിയുണ്ട്, നോക്കാം. അവന്റെ ഉറക്കം നല്ല ഉറങ്ങാനും സമ്മതിക്കില്ല. ഇന്നത്തോടാ നിന്നെ ഇന്ന് തീർത്ത്. ഇതരടേ കന്തിയിൽ വെയിലടിച്ചാൽ എഴിച്ചൂടി. പണി 10 കഴിച്ച് വൈകടേ. ഓടാ നാറി. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. പണ്ടാരം അടങ്ങാൻ. നല്ല വിശപ്പ്. എന്തൊട്ടേ കഴിക്കാൻ? ആനമുട്ട പുഴുങ്ങിയത്. എന്താ വേണോ? കാശ് കൊടുക്കാതെ സാധനം തരാൻ നിന്റെ അപ്പനല്ല എവിടെ ഇരിക്കുന്നത്? ആ എന്നത് നമ്മളെ തമ്മിൽ കണക്ക് വേണോളിയാ? അത് വേണോളിയാ. വല്ലതും ഞെണ്ണണമെങ്കിലേ പോയി സാധനം വാങ്ങിട്ട് വാ. ഇന്നു മുതൽ വൈപ്പും കുടിയും നിർത്തി. നല്ല തടി അറുത്ത് വിറ്റ 10 കാശ് കിട്ടും. പീപ്പന്നി കിടന്നല്ലടാ. ഒന്നും ആവാതെ അവൻ കിടക്കില്ലല്ലോ. ശരിയാ. എന്തു പറ്റി കളിയാ? അളിയാ വാരടാ. ആർത്തി പണ്ടാര ഇതും തിന്നണം.
പിടിയടാ. ഹലോ, ഹലോ, ആരാ? ഷിബു അല്ലേ? സോറി, റോങ് നമ്പർ. ആണോ? ഇതാരാ? മഞ്ജു. നല്ല പേര്. ഞാൻ ഫിറോസ്. അച്ഛനമ്മയ്ക്ക് ബിസിനസ്സാ. ഉം, ഇത് എവിടെയാ സ്ഥലം? കാട്ടാക്കട. ആണോ? നല്ല പേര്, നല്ല സ്വീറ്റ് ചോയ്സ്. ഞാൻ വീണ്ടും വിളിച്ചോട്ടെ? വച്ചിട്ട് പോടാ പട്ടി. എണീറ്റ് പോടാ. ചാകടാ. ஏய் யாரா அந்த தங்கு ഞാൻ അല്ല, അവൻ. என்னடா ஞாபா നിങ്ങൾ എന്താ എന്നെ ഇടിക്കുന്നത്? ആരാ അവിടെ പടക്കം പൊട്ടിച്ചേ? ഇതെന്ത്? நீயாடா இந்த தங்கு ഞാനല്ല, വേറെ വേറെ. டேய் யாரா இருந்தாலும் சரி எவனா இருந்தாலும் சரி அவள்கிட்ட சொல்லு, சும்மா வீட்டில் இருக்க பொம்பளைக்கு போன் பண்ணி பேசினேன்னா அடி நச்சு நச்சு பிரிஞ்சு போயிடும். வாடுவ ராஸ்கல். അവൻ കാരണം അളിയോ, തങ്കു നമുക്കൊരു പണിയാവും. അവന് വച്ചിട്ടുണ്ട്. ഹലോ, പറ മുത്തേ. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് നീ പറ്റിച്ചല്ലേ? പിന്നെ ആ, അതൊന്നും സാരമില്ല. നീ ഇങ്ങോട്ട് വാ. ഇനി മോള് പറ. നാളെ രാവിലെ 11 മണിക്ക് ഇങ്ങോട്ട് വാ. ഇവിടെ ചില തെണ്ടികളൊക്കെ ഉണ്ട്. തെണ്ടികള് അവരൊന്നും കാണൂല, അവരൊക്കെ ഡ്യൂട്ടിക്ക് പോകും. ആ സമയത്ത് നീ ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ? സ്വീറ്റ് ഡ്രീംസ്. ശരി എന്നാ, ഓക്കെ. ചേട്ടൻ വയ്ക്കട്ടെ. ഹലോ അളിയ. എന്തളിയാ? ഞാൻ പറയണത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് കൃത്യം 11 മണിക്ക് പെണ്ണിനെ കയറ്റാൻ പ്ലാൻ ഉണ്ടാവന്. നിന്നോട് ആര് പറഞ്ഞു? എടാ, അവൻ ഫോൺ ചെയ്യണത് എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. ചുമ്മാതാ. നീ എത്തണം, കയ്യോടെ പൊക്കണം കേട്ടാ. എന്നാ അവനെ ഞാനിന്ന് നോക്കിക്കോ. ഇന്ന് അവന്റെ അവസാനമാണ്. അളിയ വെച്ചേക്കളിയാ. നീ റൂമിൽ പെണ്ണുങ്ങളെ കയറ്റോടാ. പന്ന നാറി, ഇനി വേണാൽ കോമ്പൗണ്ടി കണ്ടുപോരുത് തന്നെ. അളിയാടാ, എടാ ഞാൻ അറിഞ്ഞില്ലടാ അവൻ നിനക്ക് പണിയുന്നത്. വാടാ. ഛെ, വാ. എന്താടാ? കാശ് കൊടുക്കാനുള്ളവരാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നാ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? ഒരാഴ്ച കഴിഞ്ഞേ ബില്ല് മാറി കിട്ടുകയുള്ളൂ. എന്റെ കാര്യം നിനക്കറിയാലോ, ജോലി ഉണ്ടെന്നേ ഉള്ളൂ. അതെനിക്കറിയാമല്ലോ. അതൊന്നും സാരമില്ല. എന്താണ് അളിയ? എന്താ പ്രശ്നം? നീ ഒന്ന് പോയേ, ആകെ തീ പിടിച്ചിരിക്കുന്ന അവസ്ഥയില. എന്നോടുള്ളത് പറയടാ. എന്നെ കൊണ്ടൊന്നും പറ്റൂല. പിന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയല്ലേ, അതൊരു സന്തോഷല്ലേടാ. പറയടാ. അവനൊരു 5000 രൂപയുടെ കടമുണ്ട്. ഒരാഴ്ചത്തെ അവധി വേണം. നിന്നെ കൊണ്ട് പറ്റുമോ? 5000 രൂപ കടം, ഒരാഴ്ച അവധി. ഓടിഞ്ഞു. ഹലോ. ഹലോ ഷാനെ. ഷാനല്ല, ഷാന്റെ ഫ്രണ്ടാ. അയാളോടെ പോയി? ഷാന് കോവിഡ് പോസിറ്റീവ് ആയിട്ട് ഹോസ്പിറ്റലിലാ. എന്റെ പൊന്നു മോനെ, നീ അനസിനെ ഉടായിപ്പിക്കല്ലേ. അതെ,
അനസ് ഉടായിപ്പിന്റെ യൂണിവേഴ്സിറ്റി നടത്തുന്ന ആളാ. എന്തോ? ഞങ്ങൾക്ക് നിങ്ങളോട്ട് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം. ആ, നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങളുടെ 5000 രൂപയുടെ കാര്യമല്ലേ, അതോടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ക്വാറന്റൈനിലാണ്. അല്ല, നിങ്ങൾ വന്നാൽ കാശ് തരാം. ഞങ്ങൾ ക്വാറന്റൈനിലാണ്, വരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 10 ദിവസം ക്ഷമിക്കേണ്ടി വരും. ഞാൻ ഇപ്പൊ എത്തും, എനിക്ക് എന്റെ കാശ് വേണം. കൊറോണ നിങ്ങൾ എത്ര ദിവസം കഴിച്ച് തരാന്ന് പറഞ്ഞ 10 ദിവസം അല്ലേ? 10ന്റെ അന്ന് ഞാൻ എത്തും. എനിക്ക് എന്റെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയും. പറഞ്ഞേര്. ഓക്കെ. ഓക്കെ. എന്തായടേ അതും പൊളിഞ്ഞ്. 10 ദിവസം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതി. നിനക്ക് ഒരാഴ്ച പോരെ? നീ പോടേ, ഞങ്ങൾ ക്വാറന്റൈനിലാണ്. നീ കൊറോണ പിടിച്ചടക്കാണ്. അവൻ വരുമോ? എടാ അളിയാ, നീ പുലിയല്ലടാ, പുപ്പുലി. ഇന്നത്തെ പാർട്ടി എന്റെ വക. ഓക്കെ ഓക്കേ. അളിയാ, ഉള്ള കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊള്ളണം. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. അത് പൊളിച്ച്. അളിയന്റെ ഇന്നത്തെ പരിപാടി അത് കലക്കി. ചിലത് ശരിയാവും, ചിലത് ശരിയാവൂല. അളിയ ഇന്നത്തേക്ക് മതി. ഇനി ബാക്കി നാളെ മതി. എടോ ഷാനെ, എന്താ എന്തടാ തങ്കൂന് നോക്കി. എന്ത് പറ്റി കപ്പല് മുതലാളിമാർക്ക്? ടൈറ്റാനിക്ക് വിട്ട് മുങ്ങിയ? ഇന്നലെ ഫിറ്റായി പോളിയാ. ആ കുപ്പിയെടുത്ത് വിഴുങ്ങാത്തത് എന്തുവാടേ ഇത്? കള്ളു കുടിച്ചപ്പോൾ ടെൻഷനായി പോയതാ. എന്ത് ടെൻഷനും നമുക്ക് തുറന്നു പറഞ്ഞൂടെ? സുഹൃത്ത് ബന്ധങ്ങൾക്ക് പിന്നെ എന്ത് അർത്ഥാടാ ഉള്ളത്? നിങ്ങൾ എന്തായി പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അടിച്ചും മടങ്ങിയും നമ്മൾ എത്ര കാലം ഒരുമിച്ച് കഴിഞ്ഞില്ലടാ. എന്നിട്ട് നീ ഒരു വാക്കിനോട് പറയാത്തത്? എന്താടാ തങ്കു, എന്തെങ്കിലും ഒന്ന് പറ. നിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളെയും കൂടി പ്രശ്നങ്ങളല്ലേ? അല്ല, എന്റെ പ്രശ്നങ്ങൾ എന്നിൽ മാത്രം തീരേണ്ടതാണ്. അത് നിങ്ങൾക്കെന്നല്ല, ആർക്കും ഒരു ഭാരമാൻ പാടില്ല. നമുക്ക് ചുറ്റും കളിച്ചും രസിച്ചും ചിരിച്ചും നടക്കുന്ന ഒത്തിരി പേരുണ്ട്. പലരുടെയും ഉള്ളിൽ കത്തുന്ന കനലുകളായിരിക്കും. അത് ചാരമാകുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുക. അത് പോരാ, നീ നാട്ടിൽ പോണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം ഞങ്ങൾ സഹായിക്കാം. അത് ശരിയാവില്ല. നാട്ടിൽ പോയാൽ അവിടെ അമ്മയും പെങ്ങളും അനിയനും പിന്നെ എനിക്കിവിടെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് എൻ്റെ ചികിത്സയ്ക്കും പോയിട്ടുള്ളതാണ് ഞാൻ അവർക്ക് അയക്കുന്നത്. ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കടാ. ഞങ്ങളില്ലേ എല്ലാത്തിനും കൂടെ. നീ ഞങ്ങളുടെ ചങ്കു അല്ലടാ. ഡൺ ഡൺ ഡൺ. ജീവിതം അതൊരു ഗെയിമാണ്. ജീവിതത്തിൽ പലപ്പോഴും പലതും മറച്ചു വെക്കേണ്ടി വരും. ഷെയർ ചെയ്യേണ്ടത് ദുഃഖങ്ങളല്ല, സന്തോഷങ്ങളാണ്. ദുഃഖങ്ങൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി കിട്ടേണ്ട സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും
പലതും വെറും സിമ്പതി പൊതിഞ്ഞ സൗജന്യങ്ങളായി മാറും. അതുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുമായി അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ്. ജീവിതം അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്.